പ്രേസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം നിത്യജീവനിലേക്കുള്ള നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന വചനത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടത്. അത് യേശു പറഞ്ഞു, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരാം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പിതാവിനോട് കേട്ടു പഠിച്ചവനൊക്കെയും എൻ്റെ അടുക്കൽ വരും, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം ജീവനും ആത്മാവും ആകുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ച് യേശു തന്നെ സംസാരിച്ച വചനമാണ്. ഈ നശിച്ചു പോകുന്ന ലോകത്തിലേക്കുള്ള വചനവും യേശു സംസാരിച്ച കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ശിശുവായിരിക്കുന്നതിനെക്കുറിച്ചും വളർച്ച പ്രാപിക്കുന്നതിനെക്കുറിച്ചും ആണ് പറഞ്ഞത്. അതിന് രണ്ട് ആഹാരം പറഞ്ഞു. ഒന്ന് പാൽ അത്രേ, പാൽ കുടിക്കുന്നവനൊക്കെ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനെന്നും. പിന്നെ രണ്ടാമത് പറഞ്ഞ് കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുവാൻ തഴക്കത്തിൽ ഇന്ദ്രിയജയം പ്രാപിച്ച് അഭ്യാസം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ സംസാരിക്കാനിടയായി. അപ്പോൾ നാം ഇതെങ്ങനെ ചെയ്യണം? അതിനുവേണ്ടി നമ്മുടെ ജഡസ്വഭാവം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ജഡസ്വഭാവമുള്ളവർക്ക് ഈ ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയത്തില്ല. പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ നോക്കി കൊണ്ടിരിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം പറഞ്ഞു, ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പം നാം ആരെ അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞു? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. റോമാലേഖനം 8-ന്റെ 15-ാം വാക്യം പറഞ്ഞു, അതിനുവേണ്ടി നമ്മൾക്ക് എന്താണ് ദൈവം തന്നിരിക്കുന്നത്? ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. അബ്ബാ പിതാവെ വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് പുത്രത്വത്തിൻ്റെ സ്വഭാവവും ജഡത്തിന് എൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റേതായിട്ടുള്ള പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യില്ല, ഒരിക്കലും യോജിച്ച് പോകത്തില്ല. പുത്രത്തിൻ്റെ ആത്മാവ് പുത്രത്വത്തിനുള്ളത്, ദൈവത്തിനുള്ളതേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യത്തുള്ളൂ. നമ്മൾ പഴയ ജഡമാണെങ്കിൽ ജഡത്തിനുള്ളത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇത് തമ്മിൽ ഒരിക്കലും യോജിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആ സൃഷ്ടിപ്പ് തന്നെ പഴയ ദുരുത്തിയും പുതിയ ദുരുത്തിയുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം റോമാലേഖനം 8-ന്റെ 5-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. ഇനി ചിന്തിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ജഡത്തിൻ്റെ ചിന്ത മരണം. അപ്പോൾ അത് നമ്മൾ ഈ ലോകത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു, നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ പ്രാപിച്ചു. അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, പുത്രത്തിൻ്റെ ആത്മാവുണ്ട്, അവകാശിയാണ്. എങ്കിലും ജഡത്തിൻ്റെ ചിന്തയാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താ പറഞ്ഞേ? മരണം നിശ്ചയം. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ചിന്തകളെ നാം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞു, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനാണ് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. പക്ഷേ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ആദ്യം ചിന്തയ്ക്ക് വ്യത്യാസം ഉണ്ടാകണം. അപ്പോൾ ചിന്തയെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് കഴിയും. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ട് എന്ന്. അപ്പോൾ നാം എന്ത് ചെയ്യണം? സ്വഭാവം മാറിയെടുക്കുന്നെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക്
വരത്തുള്ളൂ. ജഡത്തിൻ്റെ സ്വഭാവത്തെ ഉരിഞ്ഞു കളയണം എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്നവർക്ക് ഈ ന്യായപ്രമാണം നിവർത്തിച്ചു എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. റോമാലേഖനം 6 പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൃപയ്ക്ക് അധീനരാകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ന്യായപ്രമാണത്തിന് കീഴിലുള്ള അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃപയ്ക്ക് അധീനരായി തീരണം. എങ്ങനെ അധീനരാകും? ജഡസ്വഭാവം ഉരിഞ്ഞു കളയണം. അതുകൊണ്ട് തന്നെയാണ് പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഹൃദയത്തിൻ്റെ പരിച്ഛേദന വേണമെന്ന് പറയുന്നത്. ഇത് സ്വന്തം മനസ്സോടുകൂടിയുള്ള ഒരു ഉടമ്പടിയാണ്. പല വിലയേറിയ കഷ്ടങ്ങൾ, ദീർഘക്ഷമ നമുക്കുണ്ടാകണം. ദീർഘക്ഷമയോടുന്ന അബ്രഹാം വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ചില പരീക്ഷകൾ നമുക്ക് നമ്മുടെ ജഡത്തിന് സഹിക്കാൻ കഴിയാത്തതും ദീർഘക്ഷമ ആവശ്യമുള്ളതുമാണ്. ആ സമയത്ത് ദൈവത്തെ വിട്ട് പിന്മാറിപ്പോകാതെ നിൽക്കണമെങ്കിൽ നാം വിശ്വാസത്തിൽ ഉറച്ച് ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം, അബ്രഹാമിനെ പോലെ. അത് നമുക്ക് കഴിയുമോ? ആ സമയത്ത് നാം കർത്താവിനെ, ക്രിസ്തുവിനെയാണോ എൻ്റെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിച്ച് വെച്ചിരിക്കുന്നത്? അതോ എൻ്റെ വിഷയങ്ങളാണോ? എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ഈ അവസ്ഥയിൽ കൂടി ഒരുപാട് നാൾ കടന്നുപോയി. കാരണം എന്നെ ഈ പരീക്ഷയിൽ കൂടി കടത്തി വിട്ടപ്പോൾ ദീർഘകാലങ്ങൾ എനിക്കിത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കും. കാരണം എൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, എനിക്ക് ഹൃദയത്തിൽ നിന്ന് ആ ഭാരം, അത് എന്ത് ചെയ്യുക, എടുത്തു മാറ്റി കളയുവാൻ കഴിയാത്ത വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ആ സമയത്ത് എങ്ങനെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ, യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. എന്നാൽ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ കുറേ നേരം കർത്താവിനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ തീഷ്ണത കൂടുന്ന സമയത്ത് പ്രശ്നമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്, ഭാരമാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ആ ഭാരം കൊണ്ട് എബ്രായലേഖനം പറയുന്ന മുറുകെ പറ്റുന്ന പാപവും ഭാരം വിട്ടിട്ട് വേണം നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കോട്ട ഓടിത്തിക്കാൻ. വചനമൊക്കെ അറിയാമെങ്കിലും ഈ ഭാരം എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. എൻ്റെ പ്രശ്നമാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അതുമൂലം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ രോഗികളായിത്തീരുന്നു. നമ്മുടെ സൃഷ്ടിപ്പിന് തന്നെ വ്യത്യാസം ഉണ്ടാകും. ഹോർമോൺ സിസ്റ്റത്തിന് വ്യത്യാസം ഉണ്ടാകും. നമുക്ക് പലവിധമായ രോഗങ്ങളുണ്ടാകും. ഇന്ന് അനേക ദൈവമക്കൾ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം തരുന്ന ഈ സമയം അതിനെ പിറുപിറുപ്പ് കൂടാതെ സന്തോഷത്തോട് ദീർഘക്ഷമയോട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ഇരിക്കുവാൻ കഴിയുന്ന ഒരു ആത്മശക്തി നമ്മുടെ മേലില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഭാരം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരായി, ആ ഭാരത്തിൻ്റെതായിട്ടുള്ള പ്രതിഫലനമായി ഭയവും അവിശ്വാസവും സംശയവും ഇതെല്ലാം കയറി നമ്മുടെ ഹൃദയത്തെ മൂടിയിട്ട് നമ്മൾ രോഗികളായിത്തീരുന്നു. എന്നാൽ ഇതിനാണ് ഒരു സെപ്പറേഷൻ, ഒരു പരിച്ഛേദന വേണ്ടിയത്. എനിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് എൻ്റെ ഭാരം കൊണ്ടോ എൻ്റെ പ്രയാസം കൊണ്ടോ ഒന്നും ഒരു കാര്യം നടക്കത്തില്ല എന്ന് ലാസ്റ്റ് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം വിട്ടുമാറി ദൈവം ഈ വചനം എനിക്ക് തരുവാനുണ്ട്. ആര് മാത്രമേ അന്ന് നമുക്കുള്ളൂ? യേശു മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ളൂ. ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും എനിക്ക് നേടാൻ കഴിയത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സ്വന്തമായിട്ടൊന്നുമില്ല. ഒരു പ്രാർത്ഥനാ വിഷയങ്ങളും പ്രാർത്ഥിപ്പാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആരുണ്ട് നമ്മുടെ ഹൃദയത്തിൽ? എൻ്റെ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞവൻ നമ്മളോടുകൂടെ വസിക്കും. നമ്മുടെ എല്ലാ വിഷയത്തിനും അവൻ പരിഹാരം തരും. നീതിയും ന്യായം നടത്തിത്തരുന്ന ദൈവമാണ്. ഈ കർത്താവിനെ നമ്മൾ രുചിച്ചറിയുക, ഈ പുത്രനെ നമ്മൾ രുചിച്ചറിയുക. ഈ യേശു കർത്താവ് ക്രൂശിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, നമ്മുടെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ പുറമേയുള്ള മനുഷ്യൻ്റെ സകല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് ക്രൂശിൽ ചെയ്തു വെച്ചു. നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളും അയച്ചു കളഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും? നമുക്ക് അവകാശമായി ലഭിക്കേണ്ടതാണ്. കാരണം നാം സ്വീകരിച്ചിരിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, നാം അവകാശികളാണ്. പക്ഷേ ഈ ഹൃദയത്തിൻ്റെ പരിച്ഛേദന നമുക്ക് അത്യാവശ്യമാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന ലഭിക്കാത്തതുകൊണ്ട് ഈ ഭാരവും സംശയവും അവിശ്വാസവും ഭയവും എല്ലാം അകത്ത് കയറ്റി വെച്ചിട്ട് അനേക രോഗങ്ങൾ, ഇന്നുണ്ടാകുന്ന അനേക രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, ക്യാൻസർ, ഇൻഫ്ലമേഷൻസ്, ഇങ്ങനെയുള്ള അനേക രോഗങ്ങൾക്ക് നമ്മൾ അടിമയായി തീരുക. ഇതിനൊന്നും ട്രീറ്റ്മെൻ്റ് ഇല്ല.
ഇതെല്ലാം നമ്മൾ ദൈവവചനത്തിൽ അസ്വസ്ഥത, കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കണമെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അവൻ സകലത്തിനും മതിയായവനാണ്. പിന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി നമ്മൾ പ്രാപിക്കണം. ക്രിസ്തു ആരാണ്? അവൻ സകലത്തിനും മതിയാണ്. എന്താണ് നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്? സ്വന്തം പുത്രനെയാണ് നൽകി തന്നിരിക്കുന്നത്. ആ സ്വന്തം പുത്രൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ അവനോടുകൂടി സകലതും നൽകി തരാതിരിക്കുമോ? നീതിയും ന്യായം നടത്തുന്നതിനാണ്. ഏത് അധികാരിയുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ശക്തനാക്കുന്നവനാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരങ്ങൾക്കും ശക്തിക്കും കർത്തൃത്വങ്ങൾക്കും അവൻ തലയായവനാണ്. ആ ക്രിസ്തുവിനെയാണ് നമ്മുടെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത്. ആ പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിൽ നൽകി തന്നിരിക്കുന്നത്. പക്ഷേ നാം വളർച്ച പ്രാപിച്ചെങ്കിലേ ഈ അവകാശങ്ങളിലേക്കും അധികാരങ്ങളിലേക്കും നാം കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ദൈവം അബ്രഹാമിനോട് ഒരുപാട് വാഗ്ദത്തങ്ങളെ കൊടുത്തു, അനുഗ്രഹങ്ങളെ കൊടുത്തു, സന്തതിയുടെ അനുഗ്രഹങ്ങളെയൊക്കെ കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് നോക്കിയാൽ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അപ്പം ദൈവത്തിന് നിഷ്കളങ്കത അത്യാവശ്യമാണ്. നിഷ്കളങ്കരായിരിക്കണം നമ്മൾ. അതാണ് എങ്ങനത്തെ പുതുമനുഷ്യനെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട, നീതിയിലും സത്യത്തിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. അതുപോലെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. അപ്പോൾ അബ്രഹാമിന് പല വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 2-ാം വാക്യം പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. എന്നിട്ട് പറഞ്ഞ് നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. അപ്പോൾ ഓരോ വാഗ്ദത്തങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഉടമ്പടികളുണ്ട്. ഈ പുതിയ നിയമത്തിലും ഇതേ ഉടമ്പടികളുണ്ട്. 4-ാം വാക്യം പറഞ്ഞു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കും. 7-ാം വാക്യം പറഞ്ഞു, ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ മാത്രം ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുക, അല്ലെ അനുഗ്രഹിക്കുക എന്നല്ല. ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കേണ്ടതിന് നമ്മളോട് ഓരോ പ്രാവശ്യവും ഓരോ അനുഗ്രഹങ്ങളും കൈമാറുന്ന തലമുറയ്ക്കും നമുക്കും അടുത്ത വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കൈമാറുന്ന അനുസരിച്ച് ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഉടമ്പടി നാമും ദൈവമായിട്ട് അത്ര അടുത്ത ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ആ ബന്ധം, ആ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാം വിശുദ്ധിയുടെ നിയമമാണ്. ദൈവത്തെ പോലെ നമ്മളായിത്തീരുന്ന നിയമത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കൈകൊണ്ടല്ലാത്ത ഹൃദയത്തിൻ്റെ പരിച്ഛേദന നമ്മളോട് ആവശ്യപ്പെടുന്നത്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 7-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞു, നീ പ്രവാസം ചെയ്യുന്ന കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി നിനക്ക് തരാം. അപ്പോൾ ഓരോ അനുഗ്രഹങ്ങളും ഓരോ ഉടമ്പടി അനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കാം. അതിൻ്റെ 10-ാം വാക്യം പറയുന്നു, എനിക്കും നിനക്ക് നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ നിയമം പരിച്ഛേദന എന്ന നിയമമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേദനയുള്ളതാണ്. ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഉടമ്പടികൾ കൂടി നമ്മളോട് ദൈവം പറഞ്ഞ കൊലോസ്യലേഖനം 2-നകത്തൂടെ ദൈവം സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തുണ്ട്? ക്രിസ്തുവിൻ്റെ പരിച്ഛേദന, ജഡശരീരം ഉരിഞ്ഞു കളയുന്ന പരിച്ഛേദന. നമ്മുടെ പഴയ മനുഷ്യനെ മുഴുവൻ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളയുക. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിച്ച പുതു മനുഷ്യനെയാണ് പിന്നെ ധരിക്കേണ്ടത്. പഴയ മനുഷ്യനെ അല്ല നാം ധരിച്ചുകൊണ്ട് നടക്കേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ അനുസരിച്ച്, ആത്മാവ് ആരാണ്? ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ്റെ അതേ ആത്മാവാണ്, അവകാശിയാണ്. പക്ഷേ ആ ആത്മാവിന് ചേരുന്ന പോലെ ആത്മാവിനെ അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു അനുസരണയുള്ള സൽഫലമുള്ള ഒരു ദേഹിയാണ് നമുക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ആദ്യ ഉടമ്പടിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് അത് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരുടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ ഈ പരിശുദ്ധാത്മാവ്, പുത്രത്തിൻ്റെ ആത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കും ഉള്ളതാണ്. എന്നാൽ ഈ വാഗ്ദത്തത്തെ ഓരോരുത്തരിലും
ഉറപ്പിക്കേണ്ടതിന് അടുത്ത നിയമമാണ് ഈ തീ കൊണ്ടുള്ള സ്നാനം, അല്ലെ കഷ്ടതയാവുന്ന സ്നാനം. ഗലാത്യർ 5:16 വാക്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ മുമ്പേ ചിന്തിച്ചതുപോലെ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പഴയ മനുഷ്യൻ ഈ ആത്മാവിന് കീഴ്പ്പെടത്തില്ല, അനുസരിക്കത്തില്ല. ഗലാത്യ ലേഖനം 5:16 വാക്യം ഇങ്ങനെ പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യാതെ വേണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. ആത്മാവ് ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സ്വരൂപത്തിലും ഉള്ളത്, പൂർണ്ണതയുള്ളത്. പക്ഷേ നമ്മുടെ ദേഹി പഴയ മനുഷ്യൻ്റെ സ്വരൂപത്തിലും സ്വഭാവത്തിലും ജഡ അഭിലാഷങ്ങളും ഉള്ളത്, മോഹങ്ങളും അഭിലാഷങ്ങളുമുള്ള ഒരു ദേഹി നമുക്കുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ പ്രതികൂലമാണ്. ഇത് രണ്ടും കൂടി ഒരിക്കലും യോജിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിതം അകത്തെ ആത്മാവ് വേറൊന്ന് ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും, പുറത്തെ മനുഷ്യൻ വേറൊന്ന് ആഗ്രഹിക്കുക, അഭിലാഷം മോഹങ്ങൾ ഒക്കെ ലോകത്തോടും അതിൻ്റെ ഭൗമികമായിട്ടുള്ള മോഹങ്ങളുമായിട്ട് നടക്കുക. അപ്പോൾ ഇത് രണ്ടും പ്രതികൂലമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതുതന്നെ ആത്മീയമായ വളർച്ചയിലേക്ക് നമുക്ക് പോയി പുത്രത്തിൻ്റെ അധികാരത്തിലേക്ക് കടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. അവകാശ സർവ്വത്തിന് യജമാനാണ്, പക്ഷേ ഒരു യജമാനൻ്റേതായിട്ടുള്ള ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല. നമുക്കൊരു രാജ അഭിഷേകത്തിലേക്ക് കയറുവാൻ കഴിയുന്നില്ല. നമുക്ക് ശത്രുക്കളെ കീഴടക്കുവാൻ കഴിയുന്നില്ല. ദാവീദ് എങ്ങനെയാണ് ഗോലിയാത്തിനെ കീഴടക്കിയത്? അവൻ ആത്മീയ വളർച്ച പ്രാപിച്ചു. ലോകവുമായിട്ടുള്ള ബന്ധമല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഈ കാട്ടിലിരുന്നപ്പോൾ എല്ലാം അവൻ ദൈവത്തെ പാടി സ്തുതിച്ചു വാഴ്ത്തു. ഈ സങ്കീർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഗുരുക്കന്മാരിലും വയോധികന്മാരിലും അധികം ജ്ഞാനം ദാവീദിനുണ്ടായിരുന്നു. ആ ദാവീദ് ആ മകനും എന്ത് ചെയ്ത് ഉപദേശം കൊടുത്തത്, മകനെ ജ്ഞാനം സമ്പാദിക്കാം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിച്ചവനാണ് ദാവീദ്. നമ്മളും ദൈവജ്ഞാനത്തിലാണ് വളരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വഭാവം, ജഡത്തിൻ്റെ സ്വഭാവം മാറിക്കിട്ടണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ ജഡ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയുവാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള പീരീഡാണ് നമുക്ക് തന്നിരിക്കുന്ന ആ പീരീഡുകൾ. എഫെസ്യ ലേഖനം 4:17 പറഞ്ഞ് ഈ രണ്ട് മനുഷ്യൻ്റെ സ്വഭാവം ഇവിടെ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ട് മനുഷ്യൻ്റെയും സ്വഭാവം, പഴയ മനുഷ്യൻ്റെ സ്വഭാവം. അതിൻ്റെ എഫെസ്യ ലേഖനം 4:17 നോക്കുമ്പോൾ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അപ്പോൾ നമ്മൾ ശിശുത്വത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, നശിച്ചു പോകാത്ത നിത്യജീവങ്കിലേക്കുള്ള ആഹാരത്തിനായി പ്രവർത്തിക്കണം. അപ്പോൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? അപ്പോൾ പഴയ മനുഷ്യൻ വ്യർത്ഥ ബുദ്ധി അനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിൻ്റെ ജീവനിൽ നിന്നാകുന്ന മനം തഴമ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം പഴയ മനുഷ്യൻ്റെ സ്വഭാവം അവർക്കൊന്ന് വ്യർത്ഥ ബുദ്ധിയാണ്. അവർ അന്ധബുദ്ധികളായി. എന്തുകൊണ്ടാണ്? അവർക്ക് അജ്ഞാനമാണ്. അപ്പോൾ ബുദ്ധി എന്തുകൊണ്ടാണ് അന്ധമായിരിക്കുന്നു? ബുദ്ധി അടഞ്ഞു പോയിരിക്കുക. എന്തുകൊണ്ടാണ്? അജ്ഞാന നിമിത്തം. അതുകൊണ്ട് പുതിയ മനുഷ്യന് വേണ്ടുന്ന ജ്ഞാനം, അല്ലെ ജീവന് വേണ്ടുന്ന വചനം ലഭിച്ചെങ്കിൽ മാത്രമേ ബുദ്ധി വികസിക്കത്തുള്ളൂ, അതിന് ജ്ഞാനം ലഭിക്കത്തുള്ളൂ. അതാ ദൈവത്തിൻ്റെ ജ്ഞാനം. ലോകത്തിൻ്റെ ജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ മനുഷ്യൻ്റെ ഉപദേശം, അല്ലെ ആത്മാവിൻ്റെ ഉപദേശം കേട്ട് നമ്മൾ അനുസരിക്കണം. അപ്പോൾ അത് നിമിത്തം എന്തുണ്ടായി? ഹൃദയ കാഠിന്യം ഉണ്ടായി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല എന്ന് പറയുവാൻ കാരണം ആത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയാതെ, അതാണ് ആ വചനം അങ്ങോട്ട് ചെല്ലുമ്പോൾ എതിർക്കുക. എനിക്കത് വേണ്ട, അതാ പാൽ മാത്രം മതി, എനിക്ക് കട്ടിയായുള്ള ആഹാരം വേണ്ട, എനിക്കിപ്പോൾ അത് സഹിക്കാൻ കഴിയത്തില്ല. ശാഠ്യം പിടിക്കുക, എനിക്ക് ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്കുള്ളത് നൽകി തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് സഹിഷ്ണുത പറ്റത്തില്ല, എനിക്ക് ലജ്ജ പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും മറ്റുള്ള മുമ്പിൽ ഞാൻ ആരായിരിക്കണം, ഏറ്റവും ഉന്നതനായിരിക്കണം എന്നുള്ള ചിന്തയാണ് ജഡത്തിൻ്റെ ചിന്തയെന്ന് പറയുന്നത്.
എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടാണ് ആത്മാവിൻ്റെ ചിന്ത. അപ്പോൾ അത് ഹൃദയ കാഠിന്യ നിമിത്തം ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ കഴിയത്തില്ല, കട്ടിയായുള്ള ആഹാരത്തെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, അതാ 2 ജീവനുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പഴയ മനുഷ്യൻ്റെ ജീവൻ, 2 ദൈവത്തിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ജീവന് ഹൃദയം തഴമ്പിച്ചത് മൂലം ഈ വചനം ഉൾക്കൊണ്ട് സ്വീകരിച്ചേറ്റെടുത്ത് ജീവൻ പ്രാപിക്കുവാൻ കഴിയാതവണ്ണം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് എന്തുപോയി? മനം തഴമ്പിച്ചു പോയി, മനസ്സ് കട്ടിയായിപ്പോയി. അതാ പോയത്. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനെ ജയിക്കുവാൻ ആണ് നമുക്ക് കുരുട്ട് കണ്ണുകളെ തുറക്കുന്ന അഭിഷേകം വേണ്ടിയത്. കുരുട്ട് കണ്ണുകളെ തുറക്കണം. ബദ്ധന്മാരായിരിക്കുന്നവരെ വിടുവിക്കണം. കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ എന്ത് ചെയ്യണം? അവരുടെ കാരാഗ്രഹ ബന്ധനങ്ങളെ അഴിക്കണം. അപ്പോൾ നമ്മൾ അന്ധബുദ്ധികളായി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴി അറിയാതെ ശത്രുവിനാൽ പിടിക്കപ്പെട്ട അനേക തടവറകൾ, നമ്മുടെ ദേഹിയും ശരീരവും ഒക്കെ രോഗങ്ങളാൽ തന്നെയല്ല ദേഹി മണ്ഡലങ്ങളൊക്കെ തടവറകളിലും ബന്ധനങ്ങളിലും അകപ്പെട്ട് കിടക്കുന്നതിൽ നിന്നാണ് നമുക്ക് വിടുതൽ വേണ്ടി. അപ്പോൾ അവിടെ പ്രകാശം ലഭിക്കണം. അതിനെയാണ് നമ്മളെ ഒരു വിളക്കാക്കി ശോഭിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം, അല്ലെ വചനത്താൽ നമ്മൾ ശോഭിക്കണം. ആത്മാവിനാലും വചനത്താലും ദൈവവചനത്താലും നമ്മുടെ വിളക്ക് ഹൃദയം പ്രകാശിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. ആ നമ്മളിലുള്ള പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറി അവർക്ക് ഈ വചനത്തെ ഗ്രഹിപ്പാൻ ഇടയാകുന്നത്. അതിനി പുതിയ മനുഷ്യനെ അവിടെ നമ്മൾ പറഞ്ഞു ഉപേക്ഷിച്ച് കളയണമെന്ന് പറഞ്ഞു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയും. അപ്പോൾ ഇനി പുതിയ മനുഷ്യനെ എങ്ങനെയാണ് പ്രവർത്തിച്ചെടുക്കേണ്ടത്? പുതിയ മനുഷ്യന് എന്താണ് വേണ്ടത്? റോമലേഖനം 4:25 വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഒന്ന് ഭോഷ്ക് ഉപേക്ഷിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നെ സ്വീകരിപ്പാൻ, എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഭോഷ്ക് ഉപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. ഇത് നാം തന്നെ മനസ്സാൽ ചെയ്യേണ്ട കാര്യമാണ്. ഉപേക്ഷിക്കണം. നമ്മുടെ സ്വഭാവത്തിന്, പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നതിന് നാം ഭോഷ്ക് ഉപേക്ഷിക്കണം. സത്യം സംസാരിക്കണം. നാം തമ്മിൽ അവയവങ്ങളിലോ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളനിനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ട കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. അതുപോലെ നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നമ്മുടെ നാവ് കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ടാണ് സൃഷ്ടിപ്പുകൾ നടത്തേണ്ടത്. നമ്മുടെ നാവ് കൊണ്ടാണ് മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത്. ഈ നാവ് കൊണ്ട് ഭോഷ്ക് പറയരുത്. ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ പുതുമനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നാം വചനവുമായിട്ട് ദൈവസേനയിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പഴയ മനുഷ്യനെ, ദൈവത്തിൻ്റെ ജീവൻ അകന്നുപോയ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഈ പുതു മനുഷ്യൻ്റെ ഓരോ സ്വഭാവങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ട. ഒന്ന് വായിച്ചാൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അല്ലെങ്കിൽ അവിടെ പിന്നെയും എന്ത് ചെയ്യും? ഒരു അശുദ്ധാത്മാവ് പോയിട്ട് വേറെ 7 എണ്ണത്തിനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ പോലെ പിന്നെയും കുറേ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാനിടയാണ്. അതുകൊണ്ട് പുതിയ മനുഷ്യൻ്റെ സ്വഭാവം എല്ലാ കയ്പ്, കോപം, ക്രോധം, കൂറ്റാരവം, കുറ്റം പറയുകയും അതിനു വേണ്ടിയുള്ള ജാഗ്രതയും ദൂഷണം, ദുർഗുണം ഏതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ച പോലെ അന്യോന്യം ക്ഷമിപ്പേൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മനുഷ്യൻ്റെ വചനം, അല്ലെ ജീവൻ്റെ വചനം, നന്മ, തിന്മ തള്ളിക്കളഞ്ഞിട്ട് നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത്. യേശു നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കണം നടന്നത് ഓർത്തുകൊള്ളുകയും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ജീവൻ്റെ വചനം, നിത്യജീവന് വേണ്ടിയുള്ള വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭോഷ്ക് ഉപേക്ഷിക്കുക, സത്യം സംസാരിക്കുക, കുറ്റാരം, ദൂഷണം, കയ്പ് ഇവയെല്ലാം പോവുക. അത് ആത്മാവ് ഉപദേശിച്ചിരുന്ന വചനങ്ങളെ എന്ത് ചെയ്യുക? നമുക്ക് കേട്ട് അനുസരിക്കാൻ നിൽക്കണം. പഴയ മനുഷ്യൻ്റെ ഹൃദയ കാഠിനെ മാറ്റി ആ പഴയ മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയുക. അതിനാണ് നമ്മളെ ഈ പരിച്ഛേദനയിൽ കൂടി അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്. ആ സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും
അനുസരിക്കും. ദീർഘക്ഷമയോടുകൂടിയിരുന്ന ഈ അടുത്ത വാഗ്ദത്തങ്ങളെ, അടുത്ത അനുഗ്രഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പെയാണ് ദൈവം നമ്മളെ ഈ അടുത്ത ഒരു ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം വരുന്നത്? നമുക്ക് ആത്മീയ വളർച്ച പ്രാപിക്കുമ്പോൾ നാം ഓരോ ദൈവരാജ്യത്തിൻ്റെ ഓരോ ഉയർച്ചയിലേക്കുമാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് റോമാലേഖനം 5:1 തൊട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം കഷ്ടങ്ങൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് ജീവിതത്തിൽ തന്നെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം നൽകി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉണക്കുന്നു. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഷ്ടം വരുമ്പോൾ പിറുപിറുക്കുന്നവരായിരുന്നു, സംശയിക്കുന്നവരായിരുന്നു, അവനെ ദൈവത്തെ വിട്ടുപോകുന്നവരായിരുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്. എൻ്റെ കഷ്ടങ്ങൾക്കൊക്കെ മറ്റുള്ളവരാണ് കാരണക്കാരെന്ന് പറയുന്നവരായിരുന്നു. എന്നാൽ ഈ സ്വഭാവം എല്ലാം മാറി. ഇതിനകത്ത് പറഞ്ഞ് പുതു മനുഷ്യനെ ധരിക്കുവാൻ, സ്നേഹം, തമ്മിൽ ദൈവം മനസ്സിലുള്ള സ്നേഹമുള്ള. അപ്പോൾ ഈ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. എന്നിട്ട് പറഞ്ഞു ആ കഷ്ടത എന്തുണ്ടാകും? നമ്മളെ തേജസ്സിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞു. റോമാലേഖനം 8:17 വാക്യം വായിക്കുമ്പോൾ, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പം നമ്മുടെ അകത്തെ മനുഷ്യന് തേജസ് വർദ്ധിക്കുക ചെയ്യുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ്റെ പാപം, ആ സ്വഭാവങ്ങൾ, ആ ഹൃദയകാഠിന്യമുള്ള അഴുക്ക് പഴയ മനുഷ്യൻ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ ആ മനുഷ്യൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതു മനുഷ്യനെ ധരിക്കും തോറും നമ്മൾ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ തേജസ്സാണ് നമ്മുടെ ആത്മീയ ലെവലുകളെ വർദ്ധിപ്പിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ജയം ലഭിക്കും, അവകാശങ്ങൾ ലഭിക്കും. നമ്മുടെ വസ്ത്രത്തിനും എല്ലാത്തിനും മാറ്റം ഉണ്ടാകും. വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ക്ലോത്ത്സ്, അല്ലെങ്കിൽ അങ്കി എന്ന് പറയാം. അങ്കികൾക്കൊക്കെ മാറ്റം ഉണ്ടാകുക, നമ്മുടെ ആയുധവർഗത്തിന് മാറ്റം ഉണ്ടാകുക, നമ്മുടെ എല്ലാ ദൈവത്തോട് നമുക്ക് അത്രയും അടുക്കുവാൻ കഴിയുക, അവകാശികളായി തീരുക. ഓരോ കാര്യം ആത്മലോകത്തിലെ ഓരോ കാര്യം നമ്മളെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ തുടങ്ങും. ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ച് നമ്മളെ വഴി നടത്താൻ തുടങ്ങും. അപ്പോൾ തേജസ്സിൻ്റെ കനം കൂട്ടണം നമുക്ക്. അപ്പോൾ കഷ്ടങ്ങളിൽ കൂടി കടത്തിവിട്ടാണ് നമ്മുടെ തേജസ്സിൻ്റെ, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞാണ് നമ്മൾ തേജസ്സിൻ്റെ കനം കൂട്ടുന്നത്. അപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിൻ്റെ മേലെ യഹോവ ഉദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിച്ചം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കണം. നമ്മളെ കഷ്ടത്തിൽ കിടക്കുന്നവരിലേക്ക്, ഹൃദയകാഠിന്യത്തിൽ കിടക്കുന്നവരിലേക്ക്, വഴങ്ങാതെ കിടക്കുന്നവരിലേക്കൊക്കെ, ഈ അനുസരണം കെട്ടവരിലേക്ക് ഈ വെളിച്ചം ചെന്നാണ് ഈ സത്യത്തിൻ്റെ സുവിശേഷം അവരിലേക്ക് എത്തി അവരും ഈ വെളിച്ചത്തിൽ എന്ത് ചെയ്യണം? നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാൻ, വെളിച്ചം കാണുവാൻ, അനുഭവിപ്പാൻ. ദൈവം യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതേ വെളിച്ചം തന്നെ നമ്മളിൽ തന്നു. അതേ പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് നമ്മളിലുള്ള വെളിച്ചം ഒരിക്കലും ഇരുളായി പോകാതെ അകത്തിരിക്കുന്ന ആത്മാവ്, അത് തേജസ്സോടുകൂടി ആത്മാവിനെയാണ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുറമേ ഉള്ളതിനെ, പുറത്തെ ദേഹി മനുഷ്യനെയും ശരീരത്തെയും നമ്മൾ തേജസ്സുള്ളതാക്കി തീർക്കണം. അതുകൊണ്ട് നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് തേജസ്സുള്ള മക്കളായി, ദൈവത്തിൻ്റെ മക്കളായി, എല്ലാ നടപ്പിലും ദൈവത്തെ അനുസരിക്കുന്ന ദൈവിക സ്വഭാവമുള്ള മക്കളായി തീരുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുകയും ഇങ്ങനെയുള്ള വചനങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ആലോചന കൊടുക്കുകയും, ചില കഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് തനിച്ച് പിടിച്ചതിനേക്കാൾ കഴിയത്തില്ല. കാരണം അത് ഇയ്യോബിന് കഷ്ടം കുറച്ച് നാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ കാരാഗ്രഹ ബന്ധനങ്ങളും രോഗങ്ങളും കഷ്ടതകളും ഒക്കെ വന്ന് ഇത് തേജസ്സിനായിട്ടാണെങ്കിലും ആ സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ കഴിയത്തില്ല. അങ്ങനൊരു കൂട്ടായ്മയാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രാർത്ഥിപ്പാനും ഇടിവിൽ നിൽക്കുവാനും അവരെ ആലോചന കൊടുക്കുവാനും ബലപ്പെടുത്തുവാനും സഹായിപ്പാനും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയും പ്രയർ ടവറുമാണിത്. കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കുകയും കടന്നു വരികയും ചെയ്യാം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസനയിലിരിക്കുന്നു.